ചോറിനൊപ്പം കഴിക്കാൻ നമുക്ക് പാവയ്ക്ക കൊണ്ടൊരു അടിപൊളി കറി ഉണ്ടാക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചൂടായ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പ്, ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കാം. പാവയ്ക്കയും ഉള്ളിയും വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഒരു നുള്ളു ഉലുവാപ്പൊടി. പിന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചേർത്ത പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ്. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കായിരുന്നു. നമ്മൾ ഇതിൽ കട്ടി കുറഞ്ഞ ഒരു തേങ്ങാപ്പാലേ ചേർക്കുള്ളൂ. അത് കഴിഞ്ഞ് നല്ലതുപോലെ തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് വെന്ത് വരണം. തേങ്ങാപ്പാലൊക്കെ ചേർത്ത കറി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുക് താളിക്കാം. നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാവയ്ക്ക കറി തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നാളെ കാണാം.